അങ്ങനെ നമ്മൾ റോസ് ഗാർഡനിലെത്തി. പക്ഷേ ഈ പ്രാവശ്യം എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ മെമ്മറീസ് കിട്ടി. അതെ, പൊളിച്ച് 2020 പിന്നെ പൊളിച്ച് തകർത്ത് മച്ചാനെ. ഗായ്സ്, ഒരു രക്ഷയില്ല. കോടയൊക്കെ ഫുള്ള് മൂടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അമ്മേ, ഞാനിവിടെ ഊട്ടിന്ന് ഇറങ്ങാൻ പോണേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഊട്ടിയിലെത്തി. സ്റ്റേയും കാര്യം റൂമും കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ വീഡിയോസ് ഇടാൻ നിർത്തും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ എല്ലാവരും റൂമിലുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് റൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ 3 റൂംസ് വരുന്നുണ്ട്. ഒന്നതാ ഇതൊരു ചെറിയ റൂമാണ് കേട്ടോ, ഒരു സിംഗിൾ ബെഡ്. അതുപോലെ തന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ ബെഡാണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു 4-5 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അതുപോലെ തന്നെ ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂം കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം നീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, സീനൊന്നുമില്ല, ഉണ്ടാ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു വിൻഡോ നോക്കി കഴിഞ്ഞാൽ നൈസ് ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റൂം ഇതാണ്, ഇതും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, സീനൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു എന്താ പറയാ, 2 സ്പോട്ട് ഉണ്ട്. അവിടെ ചെന്ന് നോക്കാം. ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോന്ന് അറിയത്തില്ല, കാരണം വെച്ചാൽ മഴ കാര്യങ്ങളൊക്കെ ചെറിയുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ ഡൊണ്ടാപ്പേട്ട എന്നുള്ള സ്പോട്ടിലായിട്ടാണ് നമ്മളെ വ്യൂ. നൈസാണ് കേട്ടോ. ഈ ഒരുപാട് പൈമരവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, നൈസാണ്, കൊള്ളാം. ഇതുവരെ എന്താ അവിടെ സംഭവം നമുക്ക് ഇതുവരെ അറിയത്തില്ല. എന്താ ഡൊണ്ടാപ്പേട്ട എന്താണെന്നും അവിടെ ചെന്ന് നമുക്ക് നോക്കാം എന്താ സംഭവം കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഡൊണ്ടാപ്പേട്ട എന്നുള്ളൊരു സ്പോട്ടിലേക്ക് കണ്ടാൽ പോയി. ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്, അവിടെ അറ്റം വരെ പോകണം. അപ്പോൾ അവിടെ നിന്നൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് വന്നിട്ട് നമുക്ക് വേറെ സ്ഥലമൊന്നും പോകാൻ പറ്റില്ല, അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ വന്നിട്ടാ, ഒരു രക്ഷയില്ല, പൊളി രക്ഷയില്ല. എന്നുള്ള സെറ്റപ്പ് എന്താ സംഭവം, എന്താ സംഭവം വേ ആവും ഗൈസ്. ഇവിടെ മൂഞ്ചി ഗൈസ്, ഒന്നുമില്ല, സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താ സംഭവം എന്നറിയില്ല. എന്താ ഓപ്പൺ ദ ഡോർ, പക്ഷെ അത് വർക്കാവില്ല. പിന്നെ എന്തിനാണ് ഇത് വെച്ചേക്കണത്? എന്താ സാർ വല്ലതും പറയാനുണ്ടോ? പറഞ്ഞോ. ഒരു രക്ഷയില്ല, കോടയൊക്കെ ഫുള്ള് മൂടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടണത്. ഈ കോട കാര്യങ്ങളൊക്കെ അടിപൊളിയായി പിക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡപ്പോട്ട എന്നൊരു സ്പോട്ടിൽ നിന്ന് മാറണതാണ്. അത് ആദ്യം വ്യൂസും കാര്യങ്ങളൊന്നും ആ മുകളിൽ നിന്നുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ചെക്ക് പോസ്റ്റ് അടക്കും, അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് എൻ്റർ ആവണം. ചെക്ക് പോസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ പണിയാവുള്ളൂ. 6 മണിക്ക് അടക്കുള്ളൂ. 6 മണിക്ക് പിന്നെ നാളെ ഉറക്കുള്ളൂ അല്ലേ? കൊറേ രൂപ വൈകാനോ അമ്മേ, ഞാനിവിടെ ഊട്ടിന്ന് ഇറങ്ങാൻ പോണേട്ടോ. അപ്പൊ കഴിച്ചാ അപ്പൊ നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാ സഞ്ജു പ്രോ കണ്ടോ. അപ്പൊ എന്താ പറയാ, അടിപൊളി ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മള് ലാസ്റ്റ് അപ്പൊ ഗൈസ്
നമ്മളെ ഊട്ടിയിലൊന്ന് ലാസ്റ്റ് ഡേ ഇന്ന് നമ്മൾ പോകണേന്. അപ്പോൾ ഇവിടുന്ന് പോണതിന് മുന്നേ 2 ദിവസം കൂടി ഉണ്ട്, അതുകൊണ്ട് കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോകണേ കേട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് പാർട്ട് വീഡിയോസ് ആയിരിക്കും ഈ കാണുന്നത്. അപ്പോൾ എന്താ പറയാ, ഒരുപാട് മെമ്മറീസ് കിട്ടി. അതെ, പൊളിച്ച് 2020 പിന്നെ പൊളിച്ച് തകർത്ത് മച്ചാനെ. രക്ഷയില്ല, പിള്ളേര് പൊളി വൈബാണ്. അപ്പൊ എന്താ പറയാ, അപ്പോ നമ്മള് ബാക്കി വീഡിയോസ് നമുക്ക് പോകുന്നവർക്ക് കാണാം. അപ്പോൾ ഗൈസ് ദാ നമ്മൾ ഇവിടുന്ന് പാക്കിങ് കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇവിടുന്ന് നമ്മൾ റൂം കാര്യങ്ങളൊക്കെ വെക്കേറ്റ് ചെയ്തിട്ടോ. റൂം എടുത്തത് ഇതാണ് കേട്ടോ, ഹില്ലിൻ എന്നുള്ളൊരു ഈ കാണുന്ന റൂംസും കാര്യങ്ങളും നമ്മളെടുത്തത്. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളിനി നേരെ പോകുന്നത്, ഇവിടെ ഒരു റോസ് ഗാർഡനും അതുപോലെ തന്നെ ബോട്ടാണിക്കൽ ഗാർഡനും ഉണ്ട്. പറ്റിയ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ പോകും, കാരണം വെച്ചാൽ ക്ലൈമറ്റ് കുറച്ച് ചേഞ്ചിങ്, കുറച്ച് ശോകമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന റോസ് ഗാർഡനിലെ കാണാം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ടൈറ്റാണ്, ഓക്കെ. ലെഫ്റ്റ് നമ്മൾ റോസ് ഗാർഡനല്ലോ. ലെഫ്റ്റാണ്. ലെഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തു അമരട്ടെ, സ്റ്റോപ്പ് ചെയ്തു അമരല്ലോ. ഗൈസ്, അപ്പോൾ നമ്മൾ റോസ് ഗാർഡനിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കായിട്ട് തന്നെ നമുക്ക് പാർക്കിംഗ് ഫീസ് ഒരു 15 രൂപ ഒരു വണ്ടിക്ക് വെച്ച് തരുന്നത്. അപ്പോൾ താഴത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് റൂമും കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ആണെങ്കിൽ നിങ്ങൾ നടന്നു വരുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലോങ്ങും കാര്യങ്ങളൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ് ഈ റോസ് ഗാർഡൻ എന്ന് പറയുന്നത്. നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വണ്ടി എന്തായാലും അകത്തേക്ക് കയറ്റിയത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ ഉള്ളിൽ ചെന്ന് അവിടെ നമ്മൾ എന്താ പറയുക, ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. ടിക്കറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു 50 രൂപ ആണെന്ന് തോന്നുന്നു ഒരാൾക്ക്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതിന് മുന്നേ പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഞാൻ. ആ സമയത്ത് 50 രൂപയായിരുന്നു. ഇപ്പോൾ എത്രയെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ റോസ് ഗാർഡനിലെത്തി. പക്ഷേ ഈ പ്രാവശ്യം എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോഴും റോസും കാര്യങ്ങളെ കുറിച്ച് കുറവായിരുന്നു. ഇപ്പോഴും അത് തന്നെ, അധികമൊന്നുമില്ല, ഇപ്പോഴും കുറവ് തന്നെയാണ് കേട്ടോ. ബട്ട് എന്താ പറയുക, എന്തോ 4000 നിർത്ത് ഗൈസ്. അപ്പം 4000 തരം റോസാക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കൂടുതലും എന്താ പറയുക, പല രാജ്യത്ത് അല്ലെങ്കിൽ എന്താ പറയുക പല ഏരിയാസിലുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. എന്തായാലും അടിപൊളിയാണ്. ഇതിങ്ങനെ കുറേ ഇങ്ങനെ നടന്ന് കാണണ്ട കേട്ടോ, നടക്കാനുണ്ട് കുറേ. അടി ഇവിടുന്ന് നമ്മൾ ഊട്ടി ഫുൾ ടൗൺ കാണാം ഗൈസ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും എന്താ പറയുക, കുറവാണ്. പക്ഷേ ഈ ഒരു സീസൺ വരാണെങ്കിൽ ഏകദേശം ഒരു ജൂണൊക്കെ ആവും തോന്നുന്നു. എന്നാലും നല്ല ഇപ്പോൾ എന്ന് വെച്ചാൽ ഫുള്ള് നട്ടിട്ടുള്ളൂ. ആ സമയമാകുമ്പോൾ ഫുള്ള് ഫ്ലവേഴ്സൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഒരു കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഏരിയ വന്നത്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ചിലപ്പോൾ ബോട്ടാണിക്കൽ ഗാർഡൻ ആയിരിക്കും. റോസ് ഗാർഡൻ വന്നിട്ട് എന്താ അഭിപ്രായം? ഈ ടൈമിൽ വന്നിട്ട് കാര്യമില്ല. അതെ, ജൂൺ ടു ഡിസംബർ ടൈമിൽ എന്നാലും നമുക്ക് വന്നിട്ട് ഗുണമുള്ളൂ. ആ സമയത്തൊക്കെ ഫുള്ള് ഇതായിരിക്കുള്ളൂ അല്ലേ, ഫുള്ള് നിറച്ച്. ഇപ്പം ആകെ നട്ടിട്ടുള്ളൂ. ഫ്ലവർ ഷോയും കാര്യങ്ങളും നടക്കുമ്പോഴാണ്. ഓ, ഈ സമയത്ത് ആകെ നമ്മളാ സീസൺ ടൈം അല്ലല്ലോ തന്നെ. പക്ഷെ നമുക്ക് എന്താ പറയാ, നമുക്ക് ആ ഒരു ക്ലൈമറ്റും കാര്യം കിട്ടാൻ വേണ്ടി പിക്ക് എടുക്കാൻ വേണ്ടി ബാളം എല്ലാവർക്കും കൂടെ പിക്ക് എടുക്കാം. എന്താ പറയാ,
എന്തായാലും കൊള്ളാം, വൈബും കാര്യങ്ങളൊക്കെ സെറ്റാണ്ടോ. നോക്കി ആ ഒരു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഊട്ടി ടൗണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ. ഊട്ടി ടൗണുകൾ, അതുപോലെ തന്നെ അവരുടെ വീടും, ഒരുപാട് ഫാമിലി ഈ സൈഡിൽ നോക്കിയിട്ട് ഒരു വീട് ആൾക്കാർ താമസിക്കുന്ന കാണാൻ പറ്റും ആ കാണുന്നതൊക്കെ. പിന്നെ ആ അറ്റത് കണ്ടോ പൈമരവും കാര്യങ്ങളൊക്കെ, അവിടെ ചെറിയ രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഏരിയയിൽ ജസ്റ്റ് കാണിച്ചു തരാം, ചെറിയ രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പൊളിയാണ് കേട്ടോ, നൈസാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു പിക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കാണട്ടോ എല്ലാവരും. അല്ലാണ്ട് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫ്ലേവേഴ്സ് നല്ല രീതിയിൽ കാണാൻ പറ്റിയില്ല, ആ ഒരു ബാഡ് ഉണ്ട്. പിന്നെ എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ മെയിനായിട്ട് നമ്മളെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റോഡ് ട്രിപ്പാണ്. നമുക്ക് ആ ഒരു റൈഡും കാര്യങ്ങളും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വൈബും കാര്യങ്ങളും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മോഡീസ് എന്നുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ. ഇവിടെ ഒരു ചോക്ലേറ്റ് കോഫിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് ഓർത്തു, എങ്ങനെ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ ബോട്ടണി ഗാർഡൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ്. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെ ഉണ്ടാ കോഫീസ് അല്ലേ? കോഫി അല്ല ഇത്, കോഫി അല്ല ഇത്, മോദീസ് കുഴപ്പമില്ലല്ലേ സാധനം? ചോക്ലേറ്റ് ലവേഴ്സിൻ്റെ സാധനം ഇഷ്ടപ്പെടും. ചോക്ലേറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സാധനം കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ചെറിയൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് എത്ര? 100 രൂപ ചോക്ലേറ്റ് ആണ്. ഓൾമോസ്റ്റ് എന്തായാലും റേറ്റ് ഉണ്ട് ചെറിയൊരു. സ്പൈസി ഹോട്ട്. ഈ ഒരു ഗ്ലാസ്സിന് വന്ന് 100 രൂപ ഉണ്ടോ നമുക്ക് ടേസ്റ്റും കാര്യങ്ങളും. ഇത് ഫ്ലേവർ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഫ്ലേവർ? ആൽമണ്ട് നമ്മുടെ അടുത്ത് ഇതാണോ ആൽമണ്ട്? ഹോട്ട് ചോക്ലേറ്റ് ആണ് എടുത്തത് അല്ലേ? ഓക്കെ ഗൈസ്, നമ്മളെടുത്ത് ടേസ്റ്റ് അടിക്കാൻ നോക്കിയത് ഈ സാധനം ഉണ്ടോ? ഈ ഒരു ചോക്ലേറ്റാണ് നമ്മൾ ടേസ്റ്റ് നോക്കിയത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, സംഭവം എല്ലാം കൊള്ളാം. അല്ലാണ്ട് തന്നെ ഒരുപാട് ഫ്ലേവേഴ്സും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും തിരക്കല്ലേ? ഓക്കെ പോവാം. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് അടിക്കാൻ എന്നുള്ളൊരു സെറ്റപ്പാണ്. ചോക്ലേറ്റും കോഫിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതാണ് മെയിനായിട്ടുള്ള നമ്മുടെ സംഭവം കാര്യങ്ങൾ. അപ്പോൾ ഇനി എങ്ങനെ പോകണ്ടേ? ചോക്ലേറ്റ് ഫാക്ടറി. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും പർച്ചേസും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. അവിടെ ചെന്നിട്ട് കാണാം. നേരെയല്ലേ? റൈറ്റ് റൈറ്റ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാക്ടറീസ് ഇതാ അഡ്വഞ്ചറീസ്. സിപ്ലൈനോ കൈസ്. അപ്പോൾ നമ്മൾ തേയില ഫാക്ടറിൻ്റെ അവിടെ നിന്നിപ്പോൾ ഇവിടെ ഒരു നമുക്ക് സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് തന്നെ ഒരുപാട് അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിൽഡ്രൻസിനാണെങ്കിലും അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും സെറ്റാണ്. അപ്പോൾ ഇതിൽ ഒരാൾക്ക് വരുന്നത് 500 റുപ്പീസാണ് പോകുന്നത്. വലിയ ഒരു സിപ്പ് ലൈൻ അല്ല, ഒരു ചെറിയൊരു. പിന്നെ നമുക്ക് അങ്ങോട്ടും റിട്ടേണും വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു അഡ്വഞ്ചറായിട്ടുള്ളൊരു സിപ്പ് ലൈനാണ്. എന്തായാലും കൊള്ളാം, സെറ്റാണ്ടോ.
കേറണ്ട നീ അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ സ്ലിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നു. ചെറിയൊരു സ്ലിപ്പ് ലൈനാണ്. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നാലേ എല്ലാവർക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റത്തില്ല, അതാണ് ഒരു ഷോ ഉള്ളത്. പിന്നെ എന്തായാലും ഇവിടെ വന്നിട്ട് അത് കയറാണ്ട് പോകണ്ടല്ലോ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് കയറിയിട്ട് പോകും. അപ്പോൾ ഗൈസ് ഇതാ രണ്ടുപേരും ഇതാ രണ്ടുപേര് ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാ അവന്മാർ കയറാൻ വേണ്ടി പോകണേട്ടാ. നമുക്ക് കുറേ നാളെ വന്നപ്പോൾ തന്നെ പറയണേ സിബ്ലിങ് എന്തെങ്കിലും കയറണം. നമ്മൾ കുറേ നാളത്തെ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ റാസി വിട്ട് റാസി അപ്പോൾ ചെറിയ സിബ്ലൈനാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഒരു അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്താ പറയുക ആ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്ടോ. അഫ്സലേ ജബ്ബ് മോൻ യെസ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു 6 പേരാണ് കയറണേ. അതിനുശേഷം ഞാനും ഷാഹിദും പോവും. 6 പേര് ഇപ്പോൾ പോയതിന് ശേഷം ഞങ്ങൾ 2 പേരും പോകട്ടോ. അപ്പോൾ 6 പേരാണ്, 2 പേര് വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ മറ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകാൻ. അതെ വിളിക്കാം ജബ്ബാറിന്റെ ടെൻഷൻ ഉണ്ട്. അപ്പൊ ഇമാര് പോകണേ. അടുത്ത ടീം പോണാണ് ഷിന ആൻഡ് പപ്പാൻ, സഞ്ജു പപ്പാൻ. അതെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിട്ടു ആൻഡ് റസി. ഓക്കെ करती चलो റാസി ആൻഡ് ടീം. റാസി ആൻഡ് മിട്ടു ഫോട്ടോയാ. റെഡി 1 2 3. കിട്ടിയില്ല. കുഴപ്പമില്ല. കഴിച്ചത് അടുത്തത് സാദിഖ് ബ്ലോഗ്സിന്റെ ഊഴമാണ്. മുമ്പിൽ തെറ്റുമോന്നും അറിയില്ല. എന്ത് പറയാനാണ്, നിന്റെ വ്ളോഗല്ലേ, എന്ത് പറയാനാണ്. അല്ല, വീഡിയോക്ക് പിന്നിലിരുന്ന ആളിതാ മുന്നിൽ. എന്താണ് ഷാഹിദ മുഖത്തിന് സന്തോഷമില്ലാത്തത്? ഷാഹിദ പേടിയുണ്ടോ? ആ
മുഖത്തിലെ ഭയം തരീതാ മുൻമുഖത്തിലെ ഭയം തെരീത് അത് താനെ തിരിഞ്ഞോളൂ. ഞാൻ പോയപ്പോ നല്ല സ്പീഡിൽ പോയില്ലേ. നീ ഭയങ്കര സ്പീഡിൽ ഫ്രണ്ടിൽ പോയി. ഓനാളോടത്ത് നിന്റെ കാണാനില്ല. ഓക്കെ തൂങ്ങിയെന്ന് വെറുതെ തൂങ്ങിയെന്നു. ഇരിക്കല ഇരിക്കല ഇരിക്കല. അവര് പറയുന്നത് തൂങ്ങി. നമ്മളെ കാത്തോളി സാധിക്കാൻ പേടിയില്ലേ? പേടിയില്ലേ? വിറക്കണ്. സാധിക്ക് വിറക്കണ്. നല്ല പേടിയുണ്ട്. പഠിച്ചോനെ നമ്മളെ കാത്തോളി. സാധിക്ക് നല്ല പേടിയുണ്ട്. സാധിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ അവിടുത്തെ പെണ്ണും ചെക്കനും വന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ടീ ഫാക്ടറിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അതിന് ഒരു ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ കിട്ടുന്നത്. എന്നാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറുമ്പോൾ അവർക്ക് കാണിക്കാൻ വേണ്ടിയാണോ. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ബാൻഡ് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് നോക്കണം. ഓ ഗൈസ്, അപ്പോൾ ദാ നമുക്ക് ബാൻഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതും എല്ലാവരും പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ എന്നിട്ട് നേരെ ഇനി നമ്മൾ ടീ ഫാക്ടറിൻ്റെ മുകളിലേക്ക് പോവാം. അവിടുത്തെ അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാം. പിന്നെ നമ്മൾ എന്താ പറയുക, അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇനി പോകും. പിന്നെ പോകുന്നവർക്ക് ഒരു ചെറിയൊരു വീട്ടിൽ നിന്ന് മെച്ചപ്പെട്ട പ്രത്യേകം വിളിച്ച് പറഞ്ഞാണ് എന്തെങ്കിലും ഫ്ലവേഴ്സ് എന്തെങ്കിലും കൊണ്ടുവരാമെന്ന്. അത് മേടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകട്ടോ. ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ ടീ ഫാക്ടറിയുടെ ഉള്ളിൽ കയറിയിട്ടാ. ഇതിൽ മ്യൂസിയം, ഇതിൽ നമ്മൾ തേയില ആ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്ത ഒരു സെറ്റപ്പും കാര്യങ്ങളും ഫുൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ ആ ഒരു തേയിലയുടെ ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഈ ഇല ഇങ്ങനെ ഒരു ഇതിൽ കൂടി ഇങ്ങനെ പ്രോസസ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ. ഇതിൽ കൂടി ഇങ്ങനെ ഓരോ സെക്ഷനാണ് കാണുന്നത്. ആ ഒരു ആ സംഭവത്തിന് സെപ്പറേറ്റ് വേർതിരിച്ച്. ഓ ഗൈസ്, ഇതൊക്കെ ആ ഒരു പ്രോസസ്സാണ് കേട്ടോ, സെറ്റപ്പാണ്. അത് ഇലന്ന് ഇപ്പോൾ കാണുന്ന ഫുള്ള് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതുണ്ടോ. മെഷീൻസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഓരോ സെക്ഷനാണ് കാണുന്നത്. ഓരോ സെക്ഷനിലേക്ക് പോയി നേരെ ഇതിലേക്ക് വീഴും. ഇവിടുന്ന് നേരെ വരുന്നത് ഈ ഒരു സെക്ഷനിലേക്കാണ്. ആ പ്രോസസ്സ് ആ ഇലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. ഈ ഒരു മെഷീനിൽ നിന്ന് അതൊരു നല്ല രീതിയിൽ അതൊരു എന്താ പറയുക, ഒരു പേസ്റ്റ് രൂപത്തിൽ അതിനൊന്ന് സെറ്റാക്കി എടുക്കും. ഇവിടെ നിന്ന് ഫുൾ പോയിട്ട് ആ കൈ മെഷീനിൽ നിന്ന് പോലെ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് പിന്നെ കാണുന്നുണ്ടോ ആ ഒരു പൗഡർ ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ഏകദേശം ആ ഒരു തേയിലയുടെ ഒരു സെറ്റപ്പിനായിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്നും വീണ്ടും അത് പല ക്വാളിറ്റി ആയിട്ട് അവർ സെപ്പറേറ്റ് ആക്കും. എന്തായാലും കൊള്ളാം. അപ്പോൾ എന്താ പറയുക, അടിപൊളിയാണ്.
സൗണ്ട് കേൾക്കുന്നൊന്നും അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ മെഷീൻസിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കാരണം ചിലപ്പോൾ സൗണ്ട് ഒക്കെ ക്ലിയർ ആവാൻ ചാൻസ് കുറവാണ്. പൊടി ആ ഒരു ചായപ്പൊടി രീതിയിൽ കാണുന്നുണ്ട്. ഇത് പാക്കിംഗ് സെക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. പല ക്വാളിറ്റീസ് ഉണ്ട്, പല ക്വാളിറ്റി ആയിട്ടാണ് ഇത് സെപ്പറേറ്റ് ആവുന്നത്. ഈ ഏരിയയിൽ കണ്ടോ. ഓ മൈ ഗോഡ്. കൊള്ളാം. പറയണം എനിക്ക് പല ക്വാളിറ്റി അല്ലടാ, പല ക്വാളിറ്റി ആണ് ഈ കാണുന്നത്. ഓരോ ക്വാളിറ്റി ആയിട്ടാണ് ഈ കാണുന്നത്. റിസോർട്ടിന്റെ സെറ്റാണ്. 16 റിസോർട്ടാണ് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് തന്നെ ഇവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ചായ ഒക്കെ തരും കേട്ടോ. അതിന് പ്രത്യേകിച്ച് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും തരണ്ട. ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മളെന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണ ആൾക്ക് എല്ലാവർക്കും ആ ഒരു ടീയും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അതെന്തായാലും അടിപൊളിയാണ്, നമുക്ക് മേടിക്കാം. ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചായ, കുടിച്ചു നോക്കാം. എങ്ങനെയുണ്ടോ ചായ? എങ്ങനെയുണ്ട് ചായ? കലക്കൻ ചായ ഇന്നവരെ കുടിക്കാത്തതിൽ കുടിക്കുക. അടിപൊളിയല്ലേ? അപ്പുറത്ത് തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, അങ്ങോട്ട് പോകാം. ഗൈസ് അപ്പോൾ അവിടെ നമ്മൾ ചായ കുടിച്ച് ഇതാ. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. ഒരുപാട് തേയില ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ആണെങ്കിലും എല്ലാം ആ ഒരു സൈഡിലുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം വേണ്ടി നിങ്ങൾക്ക് വീട്ടിലേക്ക് മേടിക്കാനുണ്ടെങ്കിൽ ഇവിടെ നിന്നെല്ലാം മേടിച്ചുണ്ടാവുന്നതാണ്. ഇപ്പോൾ ഗൈസ് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് ഭയങ്കര ചോക്ലേറ്റ് മേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണാം. പല ടൈപ്പുള്ള ഒരു ചോക്ലേറ്റ്സ് ഉണ്ടോ ഒരു ഉണ്ടാക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ തന്നെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിലും പല ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സെക്ഷൻ ആണ് ഈ കാണുന്നത്. ചോക്ലേറ്റ്സ് ഫാക്ടറി. Guys, പിസ്സ ചോദി തീർന്നില്ലേ? പേട ടേസ്റ്റ് 870. ഏത് രണ്ടെണ്ണം കൂടിയാണ്? ആ ഒരെണ്ണം മാത്രം ഇട്ടാ ഇത് 370. 370. ഓക്കെ. ടേസ്റ്റ് ഒക്കെ മൊത്തം ടേസ്റ്റ് നോക്കണം. ഓക്കെ, പേയ്മെന്റ് ആയില്ലേ? അപ്പൊ ഗൈസ് ദാ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പർച്ചേസ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയാണ് ലാസ്റ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ബില്ല് എത്ര വരുമെന്നും നമുക്കറിയാം. ലാസ്റ്റ് പണിക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പണിക്ക് കൂടെ അല്ലേ, മിക്കവാറും പണിക്ക് കൂടെ നിൽക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ബില്ല് എത്ര വരുമെന്ന് നോക്കാം ഗൈസ്. ഇപ്പൊ എല്ലാം നമ്മൾ താഴത്ത് നിന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്താണ്. ബില്ലടിയിൽ ബില്ല് ചെയ്യുമ്പോൾ നെട്ടും അറിയാം. എന്താ വിളിച്ചെന്നിട്ട് നോക്കാം.
അപ്പൊ ഗായ്സ് ദാ നമ്മുടെ ഇവിടുന്ന് ഊട്ടിയിലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിവിടുന്ന് പോവാണ്. അപ്പൊ ഗായ്സ് ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല ഒരു ക്ലൈമറ്റും കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. അതെ, ഒടുക്കത്തെ മഴ മഴയത്ത് പെട്ടുകൊണ്ടിരുന്ന മതിയായിരുന്നു. യെസ്, തുടക്കാനൊന്നുമില്ല. അപ്പൊ ഗായ്സ് ദാ നമ്മള് ഇവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഊട്ടിയിൽ നിന്ന് ഇറങ്ങണ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പോകുന്ന കാഴ്ചകൾ കാണാം. ഗായ്സ് അപ്പൊ ഇതാ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോണ കേട്ടോ. അപ്പൊ ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ക്ലൈമറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. വ്യൂ കാണിച്ചു തരാം, കിടിലം വ്യൂ. അവിടെ പിന്നെ ടോപ്പിലാ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോ കാണണേ, നമ്മള് ചെയ്ത സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ. പിന്നെ വ്യൂ കാണിച്ചു തരാം. ഇവിടെ ഊട്ടി ഫുള്ള് ആ ഒരു ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുക, അടിപൊളിയല്ലേ ഫുള്ള്. രണ്ട് സൈഡിലും ആ മലയും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ആ കോടയും കാര്യങ്ങളൊക്കെ വന്നിട്ട് വേറെ വൈബാണ്, നൈസാണ്. അപ്പോൾ പോകാൻ നേരത്തെ നമുക്ക് ഈ ഒരു ക്ലൈമറ്റും കാര്യം നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തു. ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഞങ്ങളുടെ ഫ്രണ്ടിലോ ഇവിടെ കാറ് കയറി ഗായ്സ്, ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയാ, അടിപൊളി വായ്പാണ്. നമ്മൾ ഊട്ടിയിൽ നിന്ന് കോയമ്പത്തൂർ റൂട്ടാണ് റിട്ടേൺ പോയത്. ഒരു റൂട്ടാണ്, നൈസാണ്.